നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജകുമാരി കുരുവിള സിറ്റിയിൽ മോഷണം. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന വീട് കുത്തിത്തുറന്നാണ് പണം അപഹരിച്ചത്. ബീഹാർ സ്വദേശിയുടെ 10,000 രൂപ നഷ്ടപ്പെട്ടു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് കാൽവരി മൗണ്ടിൽ പണിതീർത്ത ടൂറിസം സെന്ററിന്റെ നിർമ്മാണം 10 വർഷമായിട്ടും പൂർത്തിയായില്ല. കുമളി സ്വകാര്യ വ്യക്തിയുടെ ചതുപ്പ് നിലത്തിൽ മലിനജലം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാൻ നടപടിയില്ല. പകർച്ചവ്യാധി ഭീഷണിയിൽ നിരവധി കുടുംബങ്ങൾ. വാഹനം സൈഡ് കൊടുക്കുന്നതുമായി സംബന്ധിച്ച തർക്കത്തിനിടയിൽ വിദ്യാർത്ഥികളായ വിനോദസഞ്ചാരികളെ ക്രൂരമായി മർദ്ദിച്ച 3 യുവാക്കൾക്കെതിരെ വധശ്രമത്തിന് കേസ്. വിശദമായ വാർത്തകളിലേക്ക്. രാജകുമാരി കുരുവിള സിറ്റിയിൽ മോഷണം. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന വീട് കുത്തിത്തുറന്ന പണം അപഹരിച്ചു. ബീഹാർ സ്വദേശിയുടെ 10,000 രൂപ നഷ്ടപ്പെട്ടു. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. സംഭവത്തിൽ രാജാക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പട്ടപ്പകൽ മോഷണം. വീട് കുത്തിത്തുറന്ന അതിഥി തൊഴിലാളിയുടെ പണം അപഹരിച്ചു. ഇടുക്കി ജില്ലയിലെ രാജകുമാരി പഞ്ചായത്തിലെ കുരുവിള സിറ്റിയിലാണ് സംഭവം. കുരുവിള സിറ്റി യാക്കോബായ പള്ളിക്ക് സമീപം മടത്തുംപടിയിൽ ജയപ്രകാശിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിലാണ് ഇന്നലെ ഉച്ചയോടെ മോഷണം നടന്നത്. ജയപ്രകാശിന്റെ ജീവനക്കാരനായ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന വീട്ടിലാണ് പട്ടാപ്പകൽ മോഷണം നടന്നത്. വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത്. ബീഹാർ സ്വദേശി ബിറ്റ്കുമാർ വീട്ടിലേക്ക് അയക്കാൻ ബാഗിൽ സൂക്ഷിച്ചിരുന്ന പണം മോഷ്ടാവ് അപഹരിച്ചു. मैं 1 बजे खाना खाने के लिए आया ना, तो देखा कि ताला गिरा हुआ है नीचे में, तो मैं सोचा कि गिर गया होगा, कोई ताला लगाना भूल गया होगा तो गिर गया होगा. അതിഥി തൊഴിലാളി ബിറ്റ്കുമാറിന്റെ 10,000 രൂപയോളം നഷ്ടമായി. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ വ്യാപാര സ്ഥാപനത്തിന്റെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. ഇവർക്ക് ശമ്പളം കൊടുത്തിരുന്ന പൈസ റൂം കുത്തിപ്പൊളിച്ച് ആ റൂമിലുണ്ടായിരുന്ന 10,000 രൂപയോളം പകൽ 11 മണിയോടുകൂടി മോഷണം പോയി. രാജാക്കാട് പോലീസ് സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു അന്വേഷണം ആരംഭിച്ചു. പട്ടാപ്പകൽ നടന്ന മോഷണം നാട്ടുകാരിൽ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. പ്രതികളെ പിടികൂടാനുള്ള ശക്തമായ അന്വേഷണം പോലീസ് തുടരുന്നു. സിറ്റി വിഷൻ, രാജകുമാരി. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് കാൽവരി മൗണ്ടിൽ പണിതീർത്ത ടൂറിസം സെന്ററിന്റെ നിർമ്മാണം 10 വർഷമായിട്ടും പൂർത്തിയായില്ല. 1 കോടിയിലധികം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം പ്രവർത്തനരഹിതമായതോടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് ബ്ലോക്ക് പഞ്ചായത്തിന് ഉണ്ടാകുന്നത്. 2015 1,10,00,000 രൂപ ചിലവഴിച്ച ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് കാൽവരി മൗണ്ടിൽ ടൂറിസം സെന്ററിന്റെ നിർമ്മാണം തുടങ്ങിയത്. പ്രദേശവാസിയായ സ്വകാര്യ വ്യക്തി സൗജന്യമായി നൽകിയ 5 സെന്റ് സ്ഥലത്താണ് കെട്ടിടം പണിതത്. നിർമ്മാണം പൂർത്തിയാക്കാതെ 2018 ഡിസംബറിൽ ഉദ്ഘാടനം നടത്തി. എന്നാൽ ആവശ്യമായ പാർക്കിംഗ് സൗകര്യവും കുടിവെള്ളവുമില്ലാത്തതിനെ തുടർന്ന് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് നിരാക്ഷേപപത്രം നൽകിയില്ല. ഇതോടെ ഉദ്ഘാടനം കഴിഞ്ഞ 7 വർഷമായിട്ടും ടൂറിസം സെന്റർ അടഞ്ഞു കിടക്കുകയാണ്. ഈ 10 വർഷം സർക്കാർ ഫണ്ടോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഫണ്ടോ മുടക്കിയിട്ട് ഇത് ഒന്ന് പാർക്കിംഗ് ഇല്ല, 2 ഇതിനാവശ്യത്തിനുള്ള വെള്ളത്തിനുള്ള സൗകര്യമില്ല. ഈ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ഇങ്ങനെ സർക്കാർ ഫണ്ട് മുടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആവശ്യത്തിനാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. 5 സെൻറ്റ് സ്ഥലം പൂർണ്ണമായിട്ടും കെട്ടിടം പണിതിരിക്കുകയാണ്. ഒരു ടൂറിസ്റ്റ് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇപ്പം വണ്ടിയെ വന്നു കഴിഞ്ഞാൽ വണ്ടി എവിടെ ഇടാൻ പറ്റും? 4 മീറ്റർ വഴിയാണ് അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഉള്ളത്. 8 മുറികൾ, ഡോർമെറ്ററി എല്ലാം അടങ്ങിയതാണ് ടൂറിസം സെന്റർ. വിനോദസഞ്ചാരികൾക്ക് മതിയായ താമസ സൗകര്യമില്ലാത്ത പ്രദേശമാണ് കാൽവരി മൗണ്ട്. സമീപ പ്രദേശങ്ങളിൽ ഹോം സ്റ്റേകളും റിസോർട്ടുകളും ഉണ്ടെങ്കിലും ഇത് സാധാരണക്കാർക്ക് അപ്രാപ്യമാണ്. ടൂറിസം സെന്ററിന്റെ പാർക്കിങ്ങിനായി സ്ഥലം വാങ്ങാൻ കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് സന്നദ്ധമാണെങ്കിലും ഇതിന് സർക്കാർ അനുമതി ലഭിച്ചിട്ടില്ല. നിലവിൽ കോടികൾ ചിലവഴിച്ച ടൂറിസം സെന്റർ കാട് കയറി നശിക്കുകയാണ്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. കുമളി സ്വകാര്യ വ്യക്തിയുടെ ചതുപ്പ് നിലത്തിൽ മലിനജലം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാൻ നടപടിയില്ല. പകർച്ചവ്യാധി ഭീഷണിയിൽ നിരവധി കുടുംബങ്ങൾ. അട്ടപ്പള്ളം പൂവത്തുംകുഴി ഭാഗത്തെ സ്വകാര്യ വ്യക്തിയുടെ ചതുപ്പ് നിലത്തിലാണ് മലിനജലം കെട്ടിക്കിടക്കുന്നത്.
നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് മലിനജലത്തിൽ നിന്നുള്ള ദുർഗന്ധം കാരണം ആളുകൾക്ക് വഴി നടക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. അങ്കണവാടി കുട്ടികൾ ഉൾപ്പെടെ ഇതുവഴിയാണ് യാത്ര ചെയ്യുന്നത്. കാലാകാലങ്ങളായി ഈ സ്ഥലത്ത് മലിനജലം കെട്ടിനിന്ന കൊതുക് വളർത്തൽ കേന്ദ്രമായി മാറിയിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ വലിയ കൊതുക് ശല്യം പ്രദേശത്തുണ്ട്. പ്രദേശവാസികളുടെ പരാതി നിരവധി തവണ പഞ്ചായത്ത് അംഗത്തിൻ്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പിനും പഞ്ചായത്തിലും നൽകിയിട്ടും നാളിതുവരെയായി യാതൊരുവിധ നടപടിയും സ്വീകരിക്കാൻ അധികാരികൾ തയ്യാറായില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. വെള്ളക്കെട്ടും മഴക്കാലത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതെല്ലാം അളിഞ്ഞു പൊളിഞ്ഞു കിടക്കുമ്പോഴത്തേക്കും കൊതുകിൻ്റെ ശല്യം ഭയങ്കരമായിട്ട് കുഞ്ഞു പിള്ളേരും ഒക്കെ ഉള്ള ഇതല്ലേ. ഡെങ്കിപ്പനി വരുമ്പോൾ എല്ലാവരും കൊണ്ടുവന്ന് ശകലം ഈ ജയമോളൊക്കെ ശകലം ബ്ലീച്ചിങ് പൗഡർ കൊണ്ടെത്തുള്ളൂ. ഇതിങ്ങനെ കുളം പോലെ കിടക്കുകയും ചെയ്യും. ഹെൽത്തിലെ ഒരു സാറിനോടൊന്ന് പറഞ്ഞതായിരുന്നു. സാറിന് അവർക്ക് ഇങ്ങനെയൊക്കെ ഇതൊക്കെ ചെയ്യാനുള്ള ഫണ്ടൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. സ്ഥലമുടമയോട് പലതവണ അറിയിച്ചിട്ടും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ തയ്യാറാകുന്നില്ല. അടിയന്തരമായി ആരോഗ്യവകുപ്പ് ഇടപെടൽ നടത്തി പ്രശ്നം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മുമ്പ് ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾ മലിനജലം കെട്ടിക്കിടക്കുന്നത് മൂലം ഉണ്ടായതായി നാട്ടുകാർ പറയുന്നു. സമീപത്തെ അംഗൻവാടിയിലും നിരവധി കുട്ടികളാണ് പഠിക്കുന്നത്. കൊതുക് ശല്യം മൂലം കുട്ടികൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായി പരാതിയുണ്ട്. സിറ്റി വിഷൻ, കുമളി. വാഹനം സൈഡ് കൊടുക്കുന്നതുമായി സംബന്ധിച്ച തർക്കത്തിനിടയിൽ വിദ്യാർത്ഥികളായ വിനോദസഞ്ചാരികളെ ക്രൂരമായി മർദ്ദിച്ച 3 യുവാക്കൾക്കെതിരെ വധശ്രമത്തിന് കേസ്. വിനോദസഞ്ചാരികളെ ആക്രമിച്ചാൽ ശക്തമായ നടപടിയുണ്ടാകുമെന്നും മൂന്നാർ ഡിവൈഎസ്പി എസ് ചന്ദ്രകുമാർ. കഴിഞ്ഞ ദിവസം വൈകുന്നേരമായിരുന്നു കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. തമിഴ്നാട് തൃച്ചിയിൽ നിന്നും ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്ന 9 വിദ്യാർത്ഥികളാണ് മൂന്നാറിലേക്ക് വിനോദസഞ്ചാരത്തിനായി എത്തിയത്. ഇവർ പള്ളിവാസൽ ആറ്റുകാട് വെള്ളച്ചാട്ടം കാണാൻ പോകും വഴി ആറ്റുകാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് സൈഡ് നൽകിയില്ല എന്ന കാരണം കൊണ്ട് വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് സഞ്ചാരികളായ വിദ്യാർത്ഥികളെ കല്ലുകൊണ്ട് ക്രൂരമായി ആക്രമിക്കുകയുമായിരുന്നു. ആക്രമണത്തിൽ തൃച്ചി സ്വദേശികളായ അരവിന്ദ്, ഗുണശീലൻ എന്നിവർക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ്. സഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന വാഹനവും തല്ലി തകർത്തു. കൂടാതെ സഞ്ചാരികളെ മർദ്ദിച്ച് ലയത്തിന്റെ വരാന്തയിൽ മുട്ടുകുത്തി നിർത്തുകയും ചെയ്തു. തുടർന്ന് ഈ മേഖലയിലെ തൊഴിലാളികൾ എത്തിയാണ് പ്രതികളെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. വിനോദസഞ്ചാരികളെ തല്ലുന്ന ദൃശ്യങ്ങൾ ഇവിടുത്തെ ഒരു സ്ത്രീ തൊഴിലാളിയാണ് മൊബൈൽ പകർത്തിയത്. ഈ ദൃശ്യങ്ങളടക്കം പോലീസിന് കൈമാറിയിട്ടുണ്ട്. മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികളെ ആക്രമിച്ചാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും മൂന്നാർ ഡിവൈഎസ്പി വ്യക്തമാക്കി. മേഖലയിൽ വന്ന് ഗസ്റ്റുകൾക്ക്, ടൂറിസ്റ്റുകൾക്ക് എന്തെങ്കിലും ഒരു അപകടം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിക്ക് അവർക്ക് എതിരെയുള്ള ആക്രമണം ഉണ്ടെങ്കിൽ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. ഇതിന് വധശ്രമത്തിൽ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ കല്ലുകൊണ്ട് തലക്കടിച്ച് ആണ് ചെയ്തത്. അപ്പോൾ അതിന് വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. ഇന്ന് അവരെ കോടതിയിൽ ഹാജരാക്കും. ഇത് നാട്ടുകാർക്കും. സംഭവത്തിൽ ആറ്റുകാട് സ്വദേശികളായ കൗശിക്, സുരേന്ദ്രൻ, അരുൺ സൂര്യ എന്നിവർക്കെതിരെ വധശ്രമത്തിനാണ് മൂന്നാർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. മൂന്നാർ SI അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സിറ്റി വിഷൻ, മൂന്നാർ. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരെ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ദേവസ്വം ബോർഡിനും സർക്കാരിനും സ്വർണ്ണപ്പാളി വിഷയത്തിൽ കൃത്യമായ പങ്കുണ്ടെന്ന് VD സതീശൻ അടിമാലിയിൽ പറഞ്ഞു. കളവ് നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാണ്. അത് ഞെട്ടിക്കുന്ന കാര്യമാണ്. ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹത്തെ പോലും ഇത്തരക്കാരിൽ നിന്നും സംരക്ഷിക്കേണ്ടെന്ന സ്ഥിതിയിലാണ്. അടിയന്തരമായി സംഭവത്തിൽ ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് അടിമാലിയിൽ ആവശ്യപ്പെട്ടു. ഞങ്ങൾ പറഞ്ഞല്ലോ മുമ്പ്, ഇത് എല്ലാ തെളിവുകളും പുറത്തു വരികയാണ്. ഇപ്പോൾ ഇത് ഏറ്റെടുത്ത പ്രൈവറ്റ് കമ്പനി വ്യക്തമാക്കിയിരിക്കുകയാണ്, അവിടെ ചെമ്പുപാളികൾ മാത്രമേ എത്തിയിട്ടുള്ളൂ. അതിനർത്ഥം എന്താ? സ്വർണം ഇവിടെ വെച്ച് തന്നെ അടിച്ചു മാറ്റി, ചെമ്പുപാളികൾ മാത്രം ചെന്നൈയിലെത്തിച്ചു. ഹൈക്കോടതി ഒരു വലിയ നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് മാറ്റി കൊണ്ടുപോയതിന് ശേഷം 1 മാസവും 9 ദിവസവും കഴിഞ്ഞ് 39-40 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ചെന്നൈയിൽ എത്തിച്ചത്. അപ്പോൾ 39 ദിവസം എവിടെയായിരുന്നു സാധനം? അപ്പോൾ ഈ ചെമ്പിൻ്റെ ഇതേ മോഡലിലുള്ളൊരു മോൾഡ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു ആ ദിവസം മുഴുവൻ. മനസ്സിലായില്ലേ? സ്വർണ്ണം അവിടെ എത്തിയിട്ടില്ല, സ്വർണ്ണം ഇവിടെ വെച്ച് തന്നെ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ചോദിച്ചു, ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി? ആരാണ് ഇദ്ദേഹത്തെ ഏൽപ്പിച്ചത്? ഇദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം എന്താണ്?
ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണത്തിൽ മാത്രമേ ഇവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകാൻ പാടുള്ളൂ. സ്വർണം പൂശണമെങ്കിൽ അതിൻ്റെ ആ അമ്പലത്തിൻ്റെ അവിടെ വെച്ച് തന്നെ പൂശണം. ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് ആരാണ്? അപ്പോൾ ദേവസ്വം ബോർഡ് അധികാരികൾക്കും സർക്കാരിനും എല്ലാവർക്കും കൃത്യമായ പങ്കുണ്ട്. ഇവർ അയ്യപ്പനെ പോലും ഇവരിൽ നിന്ന് സംരക്ഷിക്കേണ്ട സ്ഥിതിയിലാണ്. അയ്യപ്പ വിഗ്രഹത്തെ പോലും ഇവരിൽ നിന്ന് സംരക്ഷിക്കേണ്ട സ്ഥിതിയിലാണ്. ഇതുമാത്രമല്ല, എന്തെല്ലാം ശബരിമലയിൽ നിന്ന് ഇവരെ അടിച്ചു മാറ്റിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിനിടയിൽ എന്ന് പ്രത്യേകമായ പരിശോധന നടത്തേണ്ട സമയമാണ്. ഭൂനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ക്രമവൽക്കരണത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ള ഫീസ് UDF അധികാരത്തിലെത്തിയാൽ പൂർണ്ണമായി ഒഴിവാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ജില്ലയിൽ ഉപാധിരഹിത പട്ടയം നൽകുവാൻ നടപടി സ്വീകരിക്കും. സർക്കാർ നടപ്പിലാക്കിയ ഭൂനിയമ ഭേദഗതി സാധാരണക്കാരന്റെ പോക്കറ്റ് കാലിയാക്കി സർക്കാർ ഖജനാവ് നിറയ്ക്കാനുള്ള മാർഗമാണ്. പാവപ്പെട്ടവന്റെ പോക്കറ്റടിച്ചുള്ള കാശ് UDF സർക്കാരിന് വേണ്ട. ഇക്കാര്യത്തിൽ ഒരു താമസവുമില്ലാതെ അധികാരത്തിലെത്തിയാൽ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ ഇത് നടപ്പിലാക്കുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടിമാലിയിൽ കർഷക കോൺക്ലേവിൽ പറഞ്ഞു. വകുപ്പിൽ നിന്നും വരുമാനം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള പ്രപ്പോസലാണ്. അപ്പോൾ നമ്മുടെ റവന്യൂ വകുപ്പ് മുഖ്യമന്ത്രിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു 2000 കോടി രൂപ ഉണ്ടാക്കാനുള്ള ഏർപ്പാട് ഞങ്ങൾ ചെയ്തു തരാം. ഇത് ക്രമവൽക്കരിക്കുമ്പോൾ ഫീസ് ഈടാക്കിയാൽ മതി. നിങ്ങളുടെ കട്ടപ്പനയിലൊരു കെട്ടിടത്തിൽ എൻ്റെ അറിവ് 4 കോടി രൂപ കൊടുക്കേണ്ടി വരും ഇല്ലേ? കൊടുക്കേണ്ടി വരുമല്ലേ? കൊടുക്കേണ്ടി വരുമെന്ന്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും പറഞ്ഞതുപോലെ ഞങ്ങളിത് നിയമസഭയിൽ വളരെ ഗൗരവത്തോടുകൂടി അവതരിപ്പിച്ച് ഈ ഇപ്പോൾ അവതരിപ്പിക്കുന്ന ചട്ടം അതിൽ ഭേദഗതി വരുത്തണം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വെച്ച 3 കണ്ടീഷൻ വെച്ച് പണം മേടിക്കാതെ പ്രൊസീജിയർ സങ്കീർണമാക്കാതെ ഇനിയും കെട്ടിടം പണിയാനുള്ള അനുമതി കൊടുക്കണം ആവശ്യമാണ്. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ കർഷക കോൺക്ലേവ് നടന്നു. ജില്ലയിലെ വിവിധ വിഷയങ്ങൾ കോൺക്ലേവിൽ ചർച്ചയായി. കോൺക്ലേവിൽ പങ്കെടുത്ത പ്രതിനിധികളുമായി മുഴുവൻ സമയവും സംവദിച്ച പ്രതിപക്ഷ നേതാവ് ഒടുവിൽ വിഷയങ്ങളിൽ UDFന്റെ നിലപാട് പ്രഖ്യാപിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP കോൺക്ലേവിൽ മോഡറേറ്ററായി. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ഭൂനിയമ ഭേദഗതി വിഷയത്തിലടക്കം വിമർശനങ്ങളും ആശങ്കകളും ഉയർന്നിട്ടുള്ള സാഹചര്യത്തിൽ കൂടിയാണ് അടിമാലിയിൽ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ കർഷക കോൺക്ലേവ് സംഘടിപ്പിച്ചത്. നിർമ്മാണ നിരോധനമടക്കം ഏർപ്പെടുത്തി ഇടതു സർക്കാർ ജില്ലയിലെ ആളുകളെ പ്രതിസന്ധിയിലാക്കിയെന്നും ജില്ലയ്ക്ക് മേൽ കരിനിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നുവെന്നുമാണ് കോൺഗ്രസിന്റെയും UDFന്റെയും വാദം. ഈ സാഹചര്യത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രശ്നപരിഹാരത്തിനുള്ള പൊതുസംവാദ വേദിയായിട്ടാണ് കർഷക കോൺക്ലേവിനെ കോൺഗ്രസ് ഉയർത്തിക്കാട്ടിയത്. കോൺക്ലേവിൽ പങ്കെടുത്ത പ്രതിനിധികളുമായി മുഴുവൻ സമയവും സംവദിച്ച പ്രതിപക്ഷ നേതാവ് ഒടുവിൽ വിഷയങ്ങളിൽ UDFന്റെ നിലപാട് പ്രഖ്യാപിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP കോൺക്ലേവിൽ മോഡറേറ്ററായി. കർഷകർ, തൊഴിലാളികൾ, വ്യാപാരികൾ, കർഷക സംഘടനാ ഭാരവാഹികൾ, മത സാമുദായിക പ്രതിനിധികൾ തുടങ്ങിയവരെല്ലാം കോൺക്ലേവിൽ പങ്കെടുത്ത ജില്ല നേരിടുന്ന വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു. അടിമാലി സെന്റ് ജോർജ് യാക്കോബായ പള്ളി പാരിഷ് ഹാളിലാണ് കർഷക കോൺക്ലേവിനുള്ള വേദിയൊരുക്കിയിരിക്കുന്നത്. DCC പ്രസിഡന്റ് CP മാത്യു, UDF ജില്ലാ കൺവീനർ ജോയി വെട്ടിക്കുഴി തുടങ്ങി കോൺഗ്രസിന്റെയും UDFിലെയും വിവിധ നേതാക്കൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും കോൺക്ലേവിൽ പങ്കെടുത്തു. ജില്ലയിലെ ഭൂപ്രശ്നങ്ങളിൽ പരിഹാരം തേടുകയാണ് കോൺക്ലേവിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കോൺഗ്രസ് പറയുമ്പോഴും തദ്ദേശ, നിയമ, സഭാ തിരഞ്ഞെടുപ്പുകൾ അടുക്കെ ജില്ലയിലെ ഭൂവിഷയങ്ങളെ വീണ്ടും സജീവ ചർച്ചയാക്കാനും കോൺക്ലേവിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നുണ്ട്. സിറ്റി വിഷൻ, അടിമാലി. ഇനി ചെറിയൊരിടവേള. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. ആ
എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. ഓഫറുകളുടെ ഓണക്കാലവുമായി വാഴാട്ട് സൂപ്പർ മാർക്കറ്റ് രാജാക്കാട്ടിൽ. എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും വമ്പൻ വിലക്കുറവിൽ. ഓഫറുകളുടെ പെരുമഴ. 1 കിലോയുടെ പുട്ടുപൊടി വാങ്ങിയാൽ കൂടെ 2 രൂപയ്ക്ക് 1/2 കിലോയുടെ പുട്ടുപൊടി. 1 കിലോയുടെ അപ്പപ്പൊടി വാങ്ങുമ്പോൾ ചിക്കൻ മസാല സൗജന്യം. സാമ്പാർ പൊടി വാങ്ങിയാലും ചിക്കൻ മസാല ഫ്രീ. 388 രൂപയ്ക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ. നാടൻ തേങ്ങ 78 രൂപയ്ക്ക്. കല്ലും കലർപ്പുമില്ലാത്ത കുത്തരി 199 രൂപയ്ക്ക് 5 കിലോ സോപ്പ് പൊടി. 130 രൂപയുടെ ബാർ സോപ്പ് വാങ്ങിയാൽ 130 രൂപയുടെ സോപ്പ് സൗജന്യം. സോപ്പ് ഓയിലുകൾക്ക് 80 രൂപ മുതൽ 90 രൂപ വരെ ഓഫർ. കൂടാതെ ലേഡീസ് ഐറ്റംസ്, ഗിഫ്റ്റ് ഐറ്റംസ്, കുട്ടികൾക്കായുള്ള കളിപ്പാട്ടങ്ങൾ, പലചരക്ക്, ഗിഫ്റ്റ്, ഫാൻസി, ബ്യൂട്ടി, ടോയ് ഐറ്റംസ് ഇനി ഒരു കുടക്കീഴിൽ. ഇനി കുടുംബ ബഡ്ജറ്റിന്റെ താളം തെറ്റില്ല. വാഴാട്ട് സൂപ്പർ മാർക്കറ്റ്, പങ്കജ് ഹോട്ടലിന് സമീപം, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. SNDP യോഗം ശാഖാ നമ്പർ 1209 രാജാക്കാട് ഡോക്ടർ പൽപ്പു കുടുംബയോഗം 11ാമത് വാർഷികാഘോഷവും ഭരണസമിതി തെരഞ്ഞെടുപ്പും സംഘടിപ്പിച്ചു. രാജാക്കാട് യൂണിയൻ അസിസ്റ്റന്റ് സെക്രട്ടറി KD രമേശ് ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ പൽപ്പു കുടുംബയോഗം 11ാമത് വാർഷികാഘോഷവും ഭരണസമിതി തെരഞ്ഞെടുപ്പും വിളക്കുപൂജയോടുകൂടി സാബു വാവലക്കാട്ടിന്റെ ഭവനത്തിൽ ആരംഭിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ ശാഖായോഗം പ്രസിഡന്റ് സാബു വാവലക്കാട്ട് അധ്യക്ഷത വഹിച്ചു. രാജാക്കാട് യൂണിയൻ അസിസ്റ്റന്റ് സെക്രട്ടറി KD രമേശ് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഭവനങ്ങളിൽ സന്ധ്യാസമയത്ത് പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങളായിരുന്നു നമ്മുടെ. പ്രാർത്ഥനയില്ല എന്ന മലമ്പും മരോഹ്യവുമായി കഴിഞ്ഞുകൂടുന്ന ഒരു ചുറ്റുപാടിലാണ് കുടുംബയോഗ സംവിധാനം ആരംഭിക്കുവാൻ നമ്മളെ പ്രേരിപ്പിച്ച ഒരു ഘടകം. അതിന് ഗുരുദേവ കൃതികൾ ഇങ്ങനെ വായിക്കുന്ന സന്ദർഭത്തിൽ, ഗുരുവിൻ്റെ ജീവചരിത്രം വായിക്കുന്ന സന്ദർഭത്തിൽ അതിൻ്റെ അകത്ത് ഒരു വാചകത്തിൽ എൻ്റെ കണ്ണ് ഉടക്കി നിൽക്കുകയും ഇത് നമുക്ക് പ്രാവർത്തികമാക്കിയാൽ എന്താണ് എന്ന് ചിന്തിക്കുകയും ചെയ്തു. ഭാസ്കരൻ വാവലക്കാടിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും നൽകുന്ന 30,000 രൂപയുടെ ധനസഹായ വിതരണം ശാഖായോഗം വൈസ് പ്രസിഡന്റ് VS ബിജു നിർവഹിച്ചു. ഉന്നത വിജയം നേടിയ കുട്ടികളെയും ഏറ്റവും കൂടുതൽ കുടുംബയോഗങ്ങളിൽ പങ്കെടുത്ത മുതിർന്ന ആളുകളെയും ചടങ്ങിൽ ആദരിച്ചു. ശാഖായോഗ സെക്രട്ടറി KP സജീവ്, VM വിജയൻ വെള്ളച്ചാലിൽ, ആതിര അനൂപ്, സുബി ഭാസ്കർ, ദീപ ഷിബു, ഷീബ അശോകൻ, ബീന പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS വാർഷിക സമ്മേളനം നടന്നു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ നാടിന്റെ അഭിമാനമാണെന്നും സർവ്വതലസ്പർശിയായ നേട്ടങ്ങൾക്ക് വഴിതെളിച്ചെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കഞ്ഞിക്കുഴിയിൽ കുടുംബശ്രീ CDS വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് ആരംഭിച്ച കുടുംബശ്രീ ഇന്ന് സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കിയതിനൊപ്പം സംരംഭകരാക്കിയും മാറ്റി. വ്യവസായ യൂണിറ്റുകളുടെയും ചെറുകിട സംരംഭങ്ങളുടെയും നടത്തിപ്പടക്കം നാടിന്റെ വളർച്ചയിൽ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീകള് ഇന്ന് പൊതുസമൂഹത്തിൽ നല്ല അറിവുള്ളവരും അംഗീകാരമുള്ളവരുമായിട്ട് മാറി. നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടും അതോടൊപ്പം വിവിധ തലങ്ങളിലേക്കുള്ള അവരുടെ നിലവിൽ ആക്കം വർദ്ധിക്കാൻ കഴിയുന്ന ഒരു ട്രെയിനിങ്ങാണ് കുടുംബശ്രീയുടെ ലക്ഷ്യം. കഞ്ഞിക്കുഴി അപ്പേഴ്സ് ഹാളിൽ സംഘടിപ്പിച്ച കുടുംബശ്രീ CDS വാർഷിക സമ്മേളനത്തിൽ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് ജോസഫ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നേർന്നകുന്നിൽ, കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ ഉഷ മോഹനൻ, സാന്ദ്രാമോൾ ജിന്നി, പ്രദീപ് MM, അനിത് ജോഷി, സിൽവി സോജൻ, ടിൻസി തോമസ്, CDS ചെയർപേഴ്സൺ ബിന്ദു സലിംകുമാർ, വൈസ് ചെയർപേഴ്സൺ പുഷ്പ തോമസ്, മെമ്പർ സെക്രട്ടറി അനിർജിത്ത് KA എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ, കഞ്ഞിക്കുഴി. പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി. നൂറുകണക്കിന് ആളുകളാണ് സാംസ്കാരിക റാലിയിൽ പങ്കെടുത്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് തെക്കേക്കോറ്റ് കേരളോത്സവം 2025 ഉദ്ഘാടനം ചെയ്തു.
പാമ്പാടുംപാറ ഗവൺമെന്റ് LP സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ആരംഭിച്ച സാംസ്കാരിക റാലിയിൽ പഞ്ചായത്തിലെ നൂറുകണക്കിന് ആളുകളാണ് ഭാഗമായത്. മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവം നാളെ സമാപിക്കും. പാമ്പാടുംപാറ LP സ്കൂൾ ഗ്രൗണ്ട്, തൂക്കുപാലം ഇൻഡോർ ബാഡ്മിൻ്റൺ കോർട്ട്, പഞ്ചായത്ത് ഓഡിറ്റോറിയം, മുണ്ടിയിരുമ പട്ടം കോളനി ഗ്രൗണ്ട് തുടങ്ങിയിടങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. പാമ്പാടുംപാറ ടൗണിൽ നടന്ന ഉദ്ഘാടന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് തെക്കേക്കോറ്റ് ഉദ്ഘാടനം ചെയ്തു. ഈ കേരളോത്സവം എന്ന് പറയുന്നത് 15-നും 40-നും ഇടയിൽ പ്രായമുള്ള എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ്. അവരുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു വേദി എല്ലാവർക്കും വേദികൾ കിട്ടുന്നില്ല. ഇതിൽ 2 മാനദണ്ഡം മാത്രമേ ഉള്ളൂ. ഒന്ന് 40-നും 15-നും 40-നും ഇടയ്ക്ക് പ്രായം. രണ്ടാമത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് ഈ നമ്മുടെ പഞ്ചായത്തിൽ സ്ഥിരതാമസക്കാരായിരിക്കണം. ഈ 2 മാനദണ്ഡം മാത്രമേ ഉള്ളൂ. വിദ്യാഭ്യാസ യോഗ്യതയോ യാതൊന്നും ആവശ്യമില്ല. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സരിത രാജേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് അംഗങ്ങളായ ഷിനി സന്തോഷ്, S മോഹനൻ, PT ഷിഹാബ്, സുന്ദരപാണ്ഡി, ജോയമ്മ എബ്രഹാം, പൊതുപ്രവർത്തകരായ KG ഓമനക്കുട്ടൻ, KC സോമൻ, മോളമ്മ സുരേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നാളെ മുണ്ടിയിരുമയിൽ നടക്കുന്ന സമാപന സമ്മേളനവും സമ്മാനദാനവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ് ഉദ്ഘാടനം ചെയ്യും. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 10,945 രൂപ, പവന് 87,560 രൂപ, വെള്ളി ഗ്രാമിന് 165 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജകുമാരി കുരുവിള സിറ്റിയിൽ മോഷണം. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന വീട് കുത്തിത്തുറന്നാണ് പണം അപഹരിച്ചത്. ബീഹാർ സ്വദേശിയുടെ 10,000 രൂപ നഷ്ടപ്പെട്ടു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് കാൽവരി മൗണ്ടിൽ പണിതീർത്ത ടൂറിസം സെന്ററിന്റെ നിർമ്മാണം 10 വർഷമായിട്ടും പൂർത്തിയായില്ല. കുമളി സ്വകാര്യ വ്യക്തിയുടെ ചതുപ്പ് നിലത്തിൽ മലിനജലം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാൻ നടപടിയില്ല. പകർച്ചവ്യാധി ഭീഷണിയിൽ നിരവധി കുടുംബങ്ങൾ. വാഹനം സൈഡ് കൊടുക്കുന്നതുമായി സംബന്ധിച്ച തർക്കത്തിനിടയിൽ വിദ്യാർത്ഥികളായ വിനോദസഞ്ചാരികളെ ക്രൂരമായി മർദ്ദിച്ച 3 യുവാക്കൾക്കെതിരെ വധശ്രമത്തിന് കേസ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.